അടക്കം ഒതുക്കമുള്ള കുട്ടികൾ. സോഷ്യലി വളരെ പ്ലീസിംഗ് ആയിട്ടുള്ള ഫ്രേസ് ആണല്ലേ ഇത്? ശരിയാണ്. ചില കുട്ടികൾ പുറത്തിറങ്ങിയാൽ ആരോടും അധികം മിണ്ടാതെ ആവശ്യമില്ലാതെ ബഹളം ഉണ്ടാക്കാതെ ഓടാതെ ചാടാതെ ഒക്കെ ഒതുങ്ങിയിരിക്കാറുണ്ട്. എന്തായിരിക്കും ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്ന കുട്ടികളുടെ പിന്നിലെ കാരണങ്ങൾ? 4 കാരണങ്ങളാണ് ഇതിന് മെയിൻ ആയിട്ടുള്ളത്. അവസാനത്തെ രണ്ടെണ്ണം നിങ്ങൾ നല്ലതുപോലെ നോട്ട് ചെയ്തോളൂ. നമ്പർ 1 എന്ന് പറയുന്നത് ചില കുട്ടികളുടെ ക്യാരക്ടർ വളരെ ഷൈ ആയിട്ടും ഇൻട്രോവേർട്ടും ആയിട്ടുള്ളവരായിരിക്കാം. അവർക്ക് സോഷ്യൽ സിറ്റുവേഷൻസിൽ സംസാരിക്കാൻ താല്പര്യം കാണില്ല. വളരെ കുറച്ചും പതുക്കെ മാത്രം സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികളായിരിക്കും. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇവർ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളാകാം. എക്സ്ട്രാ ബ്രില്യന്റ് ആയിട്ടുള്ള കുട്ടികൾ ചില സിറ്റുവേഷൻസിൽ സോഷ്യൽ സിറ്റുവേഷൻസിലൊക്കെ സൈലന്റ് ആയിട്ടിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഇനി മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ചില കുഞ്ഞുങ്ങൾക്ക് സോഷ്യലി എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് അറിയില്ലായിരിക്കും. അവർക്ക് വളരെ ആങ്സൈറ്റി കാണും. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് പാരന്റ്സ് എപ്പോഴും അവരുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ പറയണം, അങ്ങനെ പറയണം, ചിരിക്കരുത്, ഓടരുത്, ചാടരുത്, ഇങ്ങനത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപദേശങ്ങൾ കേട്ട് അവർക്ക് തന്നെ ഒരു ജഡ്ജ്മെന്റൽ ഫിയർ ഉണ്ടാകാറുണ്ട്. ആ ഒരു ഫിയർ കാരണം കുട്ടികൾക്ക് സോഷ്യലി എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് അറിയാത്തത് കാരണം സൈലന്റ് ആകാം. ഇനി നാലാമത്തെ കാരണം എന്ന് പറയുന്നത് കുഞ്ഞിന് ഒരു കേൾവി സംബന്ധമായിട്ടോ സംസാര സംബന്ധമായിട്ടോ ഒരു ഡിസോർഡർ ഉണ്ടെങ്കിലും അവർ സൈലന്റ് ആയിട്ട് ഇരിക്കാറുണ്ട്. അപ്പൊ ഈ സൈലന്റ് ആയിട്ട് കുട്ടികളെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? നമുക്ക് ആദ്യം ചെയ്യാൻ സാധിക്കുന്നെന്ന് പറഞ്ഞാൽ ഒരിക്കലും കുഞ്ഞുങ്ങളെ സോഷ്യലൈസ് ചെയ്യാനായിട്ട് ഫോഴ്സ് ചെയ്യാൻ പാടില്ല. നമ്മൾ അവർക്ക് ഒട്ടും ജഡ്ജ്മെന്റൽ ആയിട്ട് കമന്റ്സും കൊടുക്കാൻ പാടില്ല. പിന്നെ ഫ്രീക്വന്റ് ആയിട്ട് നല്ല പ്ലസന്റ് ആയിട്ടുള്ള സോഷ്യൽ എൻവയോൺമെന്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. സോഷ്യലൈസ് ചെയ്യാനായിട്ട് ധാരാളം അവസരങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ ഈ പറഞ്ഞ ഇന്റലിജന്റ് കാറ്റഗറിയിലുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് അവരുടെ സ്കിൽസ് ബേസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് നിങ്ങൾ സപ്പോർട്ടീവ് ആയിട്ട് കൊടുക്കുക. പിന്നെ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഡിഫിക്കൽട്ടീസ് ഉള്ള കുട്ടികൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ആസ് ഏർലി ആസ് പോസിബിൾ അതിനുള്ള തെറപ്പീസും ട്രീറ്റ്മെന്റ്സും പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ഇതുപോലെ ഇനി നിങ്ങൾക്ക് ടിപ്സ് ആവശ്യമുണ്ടെങ്കിൽ ഈ പേജ് ഫോളോ ചെയ്തോളൂ. ഈ വിവരം എല്ലാവർക്കിലേക്കും എത്തിക്കാനായിട്ട് ഈ വീഡിയോ സേവ് ചെയ്തിട്ട് ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ.